നമ്മളെല്ലാവരും പറയും നമ്മൾ അങ്ങനെ ഓർത്തിരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും തോറ്റുപോട ഒരാളുണ്ട്, അവന്റെ പേരാണ് മരണം. ഇന്ന് പകൽ ദേശത്തോട് ചങ്കുറപ്പോടെ ആവേശത്തോട് ഇന്ന് പറയാം, നീ എത്ര ശക്തനായാലും, എത്ര ബലമുള്ളവനായാലും, എത്ര ആരോഗ്യവാനായാലും, എത്ര സമ്പന്നനായാലും ഒരിക്കൽ നീ മരണത്തിന് മുമ്പിൽ നീ കീഴടങ്ങേണ്ടി വരും. ലോകത്തിലെ ശക്തിമാൻ ആരാണെന്ന് ചോദിച്ചാൽ അവന്റെ പേരാണ് മരണം. ശരിയാണോ? ഇന്ന് പകൽ ഒന്ന് ചിന്തിച്ചേ. ലോകം കണ്ട അനേകം മഹാന്മാർ മരണം എന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി പോയി, ഇല്ലേ? ലോകം കണ്ട അനേകം മഹാന്മാർ മരണത്തിന് മുമ്പിൽ മുട്ടുമടക്കാത്ത ആരാ ഉള്ളത്? സകല മനുഷ്യരും മരണത്തിന് മുമ്പിൽ മുട്ടുമടക്കി. ഞാൻ സംഭവചരിത്രം പറയാം. ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഒരു ഡാൻസർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 180 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. തന്നോട് ചെയ്ത കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ് ചെയ്തത്. 12 ഡോക്ടർമാരെ തന്റെ കുടുംബത്തിന്റെ അകത്ത് നിർത്തി. തന്റെ അവയവത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് സംഭവിച്ചാൽ அதை മാറ്റി വെക്കുന്നതിന് വേണ്ടി 100-ൽ പരം ആളുകളെ ശമ്പളം കൊടുത്ത് ആഹാരം കൊടുത്ത് തന്റെ കുടുംബത്തിനകത്ത് മൈക്കിൾ ജാക്സൺ പാർപ്പിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ കടന്നു പോകുമ്പോൾ 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറഞ്ഞു. സ്നേഹിത, ഇന്ന് പകൽ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിന്, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, നിന്റേതായ ജീവിതത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരിക്കലും ഈ മരണം നിന്നെ കാർന്നു പിടിക്കുമെന്ന് ഇന്ന് പകൽ ദേശം മറന്നു പോകരുത്. ഇന്ന് പകലിൽ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ കാരണം ഇന്ന് മരണത്തിന് അപ്പുറമായിട്ടൊരു ജീവിതമുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ